ഹായ് ഗായ്സ്, ഇപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ചെക്കൗട്ട് ആവും, നാട്ടിലേക്ക് തിരിച്ചു പോകണ്ടേ. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് നമ്മൾ ഫ്രഷായി അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒന്ന് ഡാമിലേക്ക് പോകണം. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാണ് 2 ദിവസം നമ്മൾ അന്തി ഇറങ്ങിയ കാട്ടിനുള്ളിലെ നമ്മുടെ കിളിക്കൂട് അല്ലേ ബേബി? നല്ല എന്താ പറയാ, നല്ല ആംബിയൻസ് ആയിരുന്നു. നല്ല ചില്ലായിട്ട് എപ്പോഴും ചില്ലായിരിക്കാം. അതാണ് ഏറ്റവും നല്ല ഹൈലൈറ്റ് ഇവിടെ. ഇന്നലെ മഴ പെയ്തോണ്ട് കോട ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ നല്ല ഉറക്കമായിപ്പോയി. അതുകൊണ്ട് രാത്രി ഉണ്ടായിരുന്നു, പക്ഷെ രാത്രി അത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും പിന്നെ ശരിക്കും കാണില്ല. അതുകൊണ്ടാണ് പിന്നെ എടുക്കാതെ വരുന്നത്. പിന്നെ രാവിലെ കുറച്ച് സർപ്രൈസൊക്കെ തന്നതുകൊണ്ട് നമ്മൾ അതിനിടയിൽ കുറച്ചുകൂടെ ലേറ്റായി. ഓക്കെ, നമ്മളപ്പം നേരെ ഡാമിലേക്കാണ് പോകുന്നത്. ബാക്കി വിശേഷങ്ങളെല്ലാം അവിടെ എത്തിയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് പോകുന്നത്. പോകുന്ന സമയത്ത് അങ്ങോട്ടേക്കുള്ള വ്യൂ ആണ്. ഇത് ലക്ഷ്മി എസ്റ്റേറ്റ് ആണ്. നല്ല കോടയുണ്ട്. ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞു. എന്നിട്ട് നല്ല മഞ്ഞ് കാര്യങ്ങളാണ്. അവിടെയൊന്നും ഒന്നും കാണാനേ കഴിയുന്നില്ല. അവിടെയുള്ള ഹിൽസൊന്നും കാണാനേ കഴിയുന്നില്ല. നല്ല തണുപ്പുണ്ട്, അടിപൊളി. നമ്മുടെ നാട്ടിൽ രാവിലെ ഈ സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇപ്പം തണുത്തിട്ട് വയ്യ. അപ്പോൾ ഇനി മാട്ടുപ്പെട്ടി ഡാമിലേക്ക് 8 കിലോമീറ്റർ കൂടിയാണ് ഉള്ളത്. മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോകുന്ന വഴിക്ക് ഇതാ കുതിരേനെ കണ്ടു. അപ്പോൾ നമുക്കൊരു നമ്മൾ കുതിരയിൽ കയറാൻ പോവുകയാണ് ഗായ്സ്. നമുക്കൊരു കുതിരയിൽ പോവാം. ഓക്കെ, ഒന്നും ആവില്ല. ബേബി അങ്ങനെ കുതിരപ്പുറത്ത് കയറിയിരിക്കുകയാണ് ഗായ്സ്. ബേബിയാ എടുത്തേ, ഇവിടെ കിടന്നേ. ചേട്ടനെടുത്തു പോലും ചിരിക്കും. നമ്മളപ്പം കുതിര റൈഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ സ്പെക്സ്, എൻ്റെ റെയ്ബാൻ ഗ്ലാസ് താഴെ വീണിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷെ തിരിച്ച് ഞാൻ എടുക്കാൻ പോകുമ്പോഴത്തേക്കും അതാരോ ഒരു ചേട്ടൻ എടുത്തിട്ട് പോയി. നിയറസ്റ്റ് ഉണ്ടായിരുന്ന ഷോപ്പിലെ ചേട്ടൻ പറഞ്ഞത് ഒരു ചേട്ടനത് എടുത്തിട്ട് പോയി എന്നാണ്. 1-2 രൂപേൻ്റെ അല്ലായിരുന്നു, 12,000 രൂപേൻ്റെ ആയിരുന്നു. അതുകൊണ്ടൊരു വിഷമം. ബേബി എനിക്ക് വാങ്ങി തന്നതായിരുന്നു. സോ അതിലൊരു സങ്കടം. ഫസ്റ്റ് ടൈമാണ് ഞാനതൊന്ന് മിസ്സാക്കിയത്. അങ്ങനെ ഒരു
അപ്പോൾ നമ്മളിനി ഡാമിലെത്തിയിട്ട് അടുത്ത വിശേഷം പറയാം. ഓക്കെ, നമ്മളിതാ മാട്ടുപ്പെട്ടി ഡാമിലാണ് ഉള്ളത്. ഡാമിൻ്റെ മുകളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്കോ പോയിന്റിലാണ് പോകുന്നത്. അവിടുന്ന് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ഓക്കെ ഗൈസ്, ഹലോ ഗൈസ്. അങ്ങനെ നമ്മൾ എക്കോ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞിട്ട് ഒരു 5 കിലോമീറ്ററോളം വരാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എക്കോ പോയിന്റിലേക്ക് താഴേക്ക് ഇറങ്ങുകയാണ്. എൻട്രി ഫ്രീ ആയിരിക്കണം. എന്നിട്ട് പറ്റിയാൽ ഇവിടെ നിന്ന് ബോട്ടിങ് നടത്താമെന്നുണ്ട്. നോക്കട്ടെ, ഉറപ്പില്ല, ഷുവറില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഡാം. ദൂരെ വരെ ഉണ്ട്. അങ്ങനെ വെരി ഇൻട്രസ്റ്റിംഗ്. ഓ എക്കോ, വാവ്, സൂപ്പർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഗായ്സ്, നമ്മുടെ എക്കോ പോയിന്റ് ആണിത്. ഇവിടുന്ന് അറിയാലോ, എക്കോ നമ്മളെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്കോ അടിക്കും. ഞാനൊന്ന് കൂവാം, കേട്ടില്ലേ? നമ്മുടെ എന്താണോ നമ്മൾ പറയുന്നത് അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. പക്ഷെ കുറച്ച് സൗണ്ടിൽ പറയണമെന്നേ ഉള്ളൂ. എൻ്റെ റെയ്മാൻ പോയോണ്ട് ഭയങ്കര വെയിലടിക്കുന്നു എനിക്ക്. ശരി, ഞങ്ങൾ അധികം ടൈം പാസ് ആക്കുന്നില്ല, ഞങ്ങൾ നല്ല വീടാണ്. ഓക്കെ ഗൈസ്, ടാറ്റാ. അപ്പോൾ ഇത് നമ്മൾ ഡാമിൻ്റെ കയറാൻ പോവാണ്. ഡാമിലേക്ക് ഡാമിൻ്റെ ഷട്ടർ വരുന്നത് അവിടെ ആയിട്ടാണ്. മറ്റൊരു ഷട്ടറാണുള്ളത്. ആ തട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെള്ളം സ്പീഡായിട്ട് വരുന്ന സമയത്ത് അവിടെ തട്ടി റിട്ടേൺ വന്ന് അങ്ങനെ സ്പീഡ് കുറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റെപ്പുകൾ വെച്ചിരിക്കുന്നത്. മാട്ടുപ്പെട്ടി ഡാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, ബാക്കി വീഡിയോസ് വഴി കാണാം. ഗായ്സ്, നമ്മളപ്പോൾ കണ്ണൻദേവൻ തേയിലത്തോട്ടത്തിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റിലാണുള്ളത്. ഇന്ന് ബേബിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തിങ്കളാഴ്ച വിസിറ്റേഴ്സ് അലൗഡ് അല്ല. അവരുടെ ഏത് പ്ലാന്റിലും തിങ്കളാഴ്ച പ്രോസസ്സിങ് ഉണ്ടാവില്ല. സോ ഇന്നത്തെ ദിവസം നമുക്കിവിടെ കയറാൻ പറ്റില്ല. സോ ഞങ്ങളിവിടുന്ന് കുറച്ച് ചായപ്പൊടിയൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് പോകാൻ നോക്കുകയാണ് ഗൈസ്. ഇതാണ്
അവരുടെ കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇന്ന് നമ്മൾ ചായപ്പൊടി വാങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ചായപ്പൊടിയൊക്കെ വാങ്ങി. പിന്നെ 3 എണ്ണം എടുക്കുമ്പോൾ 1 ഫ്രീ ഉണ്ട്, ഫാക്ടറി ഔട്ട്ലെറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങളങ്ങ് വാങ്ങി. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ഞാൻ അവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് അങ്ങനെ തിരിച്ചു പോകും. ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ ഗൈസ്, നമ്മളെ അങ്ങനെ 3 ദിവസത്തെ ട്രിപ്പ്, മൂന്നാർ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. ഇനിയിപ്പം നമ്മളെ ട്രീ ഹൗസൊക്കെ അല്ലാതെ മിസ് ചെയ്യും. അത് നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ നേരെ അടിമാലിക്ക് പോകും. ഓക്കെ ഗൈസ്, ടാറ്റാ. Bye. Thanks for watching this video. Love you guys.